ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ പടുപ്പിൽ ഞങ്ങളുടെ സ്വന്തം കടയിൽ സ്വന്തം ചിക്കൻ സ്റ്റാളിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഓണായതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതെൻ്റെ മൂത്ത ഏട്ടനാണ്. ഈ ചേട്ടനാണ് എപ്പോഴും ഈ കടയിൽ ഉണ്ടാവുന്നത്, ബാലചന്ദ്രൻ. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയും. പിന്നെ ഇത് അതിന് നേരെ ഇളയ ചേട്ടൻ സുകുമാരൻ, പിന്നെ ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. ഇത് നമ്മുടെ തന്നെ കോഴിക്കടയാണ്. അതിലിപ്പോൾ ഓണായതുകൊണ്ട് നല്ല തിരക്കാണ്. ശരിക്കും നമ്മുടെ കട നിൽക്കുന്നത് പടുപ്പ് ടൗണിൽ നിന്ന് ബന്തെടുക്ക ഭാഗത്തേക്ക് പോകുമ്പോൾ അടുത്ത് കിട്ടുന്ന സ്റ്റോപ്പാണ് അണ്ണാനഗർ. പടുപ്പ് തന്നെ, പടുപ്പിലെ അടുത്ത സ്റ്റോപ്പാണ്. മെയിൻ ടൗൺ കഴിഞ്ഞിട്ട് കിട്ടുന്ന അടുത്ത സ്റ്റോപ്പാണ്. അതിൽ ഇടത് ഭാഗത്ത്, കാസർഗോഡ് നിന്ന് വരുമ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന കിച്ചൂസ് ചിക്കൻ സെൻറ്റർ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് കുറേ വർഷമായി. 2010 മുതൽ ഈ ഷോപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ ആ സമയത്ത് ദുബൈയിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഈ ഷോപ്പ് തുടങ്ങിയത്. ഇതെൻ്റെ ചെറിയ ഏട്ടൻ. ഇതിപ്പോൾ ഓർഡറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഇതുപോലത്തെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ 3 ചേട്ടന്മാർ അവിടെ നിൽക്കാറുണ്ട്. ഞാൻ നിൽക്കാറില്ല, ബാക്കിയുള്ള 3 ചേട്ടന്മാർ അവിടെ ഉണ്ട്. ഇന്ന് നബിദിനായതുകൊണ്ട് നബിദിനത്തിൻ്റെ തിരക്ക് കൂടെ ഉണ്ട്. റാലിയൊക്കെ അതിൽ പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചിക്കൻ ഫാമുണ്ട്. ഞങ്ങളുടെ വീട്ടിനടുത്ത് ചിക്കൻ ഫാമുണ്ട്. അത് 2008 സ്റ്റാർട്ട് ചെയ്തതാണ്. 2008 കോഴി ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് 2010 അവിടെ പടുപ്പിൽ ചെറിയൊരു കടയിട്ടതാണ്. ഇതിപ്പോൾ ഇതിനകത്ത് 1800-2000 കോഴിയൊക്കെ ഇടാറുണ്ട്. 2-3 ബാച്ചൊക്കെ ആയിട്ടാണ് ഇടാറ്. ഒന്ന് ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടാവും, പിന്നെ അതിൽ കുറച്ച് വലുത്, ഇത് വലിയതാണ്. ഇതിപ്പോൾ നമ്മൾ കച്ചവടത്തിന് കൊണ്ടുവന്ന കോഴികളാണ്. ഇന്നിപ്പോൾ ഓണത്തിൻ്റെ കച്ചവടം ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് കോഴി പിടിച്ചിട്ട് കൊണ്ടുവന്നു. ഞങ്ങളുടെ ഈ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ വാഹനമാണിത്. ആദ്യം 2008-2009 വാങ്ങിച്ച വണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു വണ്ടി കൂടെയാണത്. എൻ്റെ അമ്മ. ഇത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ബണ്ടങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ബണ്ടങ്കൈ ഈയന്തൽ എന്ന് പറയും. അവിടുന്ന് പടുപ്പ് ടൗണിലേക്ക് പോകുന്ന വഴിയാണിത്. ഞാൻ ദുബൈയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം അറിഞ്ഞൊരു ഐഡിയ ആണിത്. ഇങ്ങനെ കോഴി ഫാമിനെ പറ്റിയിട്ട് അവരെന്തോ തുടങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കിറുക്കിൽ എനിക്ക് തോന്നിയതാണ്. ആ കിറുക്കിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ കോഴി ഫാം. പക്ഷേ ഇന്ന് ഞങ്ങൾ സക്സസ് ആയി. ഒരു ജീവിത മാർഗം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് നോക്കണം, സഹകരിക്കണം. എല്ലാവരും നമ്മുടെ കടയിലേക്ക് വരണമെന്നാണ് പറയുന്നത്, അടുത്തുള്ളവർ. ഓക്കെ ദെൻ.